സിനിമകളിൽ അഭിനയിച്ച ഒരു മലയാളി സിനിമാ നടിയെ സ്വന്തം അമ്മയുടെ മുന്നിൽ വച്ച് 3 പേർ ചേർന്ന് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് ഒരു ബംഗ്ലാവിൽ ഉപേക്ഷിച്ചു പോവുക. ദിവസങ്ങളോളം ആ മൃതദേഹം അവിടെ ജീർണിച്ച് പുഴുവരിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോൾ മാത്രം ഈ വാർത്ത പുറം ലോകമറിയുന്നു. നടി റാണി പത്മിനിയുടെ കഥയാണ് ഇപ്പോൾ സംസാരിച്ചത്. സിനിമാ ലോകത്ത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു ദാരുണ അന്ത്യമാണ് റാണി പത്മിനിക്കുണ്ടായത്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ദുരൂഹമായി മരണപ്പെട്ട നടിയുണ്ടോ എന്നത് തന്നെ സംശയമാണ്. 80കളുടെ തുടക്കത്തിൽ സിനിമയിലെ മാദക സൗന്ദര്യമായി അറിയപ്പെട്ടിരുന്ന നടിയാണ് റാണി പത്മിനി. ഒരു കാലത്ത് മലയാള സിനിമകളിൽ ക്രൂരമായ ബലാത്സംഗത്തിനിരയാവുന്ന ശരീരം. ഒടുവിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് മരിച്ചോ മൃതപ്രായയായോ കിടക്കുന്ന റാണി പത്മിനിയുടെ പല കഥാപാത്രങ്ങളും 80കളിലെ യുവത്വങ്ങളെ കണ്ണീരണിയിച്ചിട്ടുണ്ട്. തൻ്റെ മിക്ക കഥാപാത്രങ്ങളുടെയും അന്ത്യം പോലെ തന്നെയായിരുന്നു ആ യുവനടിയുടെ അന്ത്യവും. പെറ്റമ്മയുടെ മുന്നിൽ വച്ച് ക്രൂരമായി ബലാത്സംഗത്തിനിരയാവുകയും ശേഷം ശരീരമാസകലം കുത്തേറ്റ് മരിച്ച താരം. ഒടുവിൽ താമസിച്ചിരുന്ന ബംഗ്ലാവിൻ്റെ ശുചിമുറിയിൽ അഴുകി ദുർഗന്ധം പരത്തിയ മൃതശരീരം. ഉറ്റവരാരും ഏറ്റെടുക്കാനില്ലാതെ മോർച്ചറിയിൽ മരവിച്ചു കിടന്ന ശവശരീരം. അഗ്രപാളിയിലെ താരത്തിളക്കത്തിൻ്റെ ഏറ്റവും ദയനീയമായ മരണം. ഒരുപാട് ട്വിസ്റ്റുകളുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെയാണ് നടി റാണി പത്മിനിയുടെ മരണം. 1980കളിൽ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായിരുന്നു നടി റാണി പത്മിനി. 1962 ചെന്നൈയിലെ അണ്ണാനഗറിൽ വിശ്വനാഥ ചൗധരിയുടെയും ഇന്ദിരാകുമാരിയുടെയും മകളായാണ് റാണി പത്മിനിയുടെ ജനനം. നടിയുടെ അമ്മ ഇന്ദിരാകുമാരിക്ക് വലിയൊരു നടിയാവണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ നടന്നില്ല. ആ സമയത്തെ പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ഇന്ദിരാകുമാരി. മലയാളം ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ അവർ തൻ്റെ ശബ്ദം നൽകിയിട്ടുണ്ട്. പ്രശസ്ത നർത്തകി പത്മിനിയെപ്പോലെ തൻ്റെ മകളും ഒരു മികച്ച അഭിനേത്രിയാകണമെന്ന മോഹത്തോടെയാണ് ഇന്ദിര മകൾക്ക് പത്മിനി എന്ന പേരിട്ടത്. തൻ്റെ 5ാം വയസ്സ് മുതൽ റാണി പത്മിനി നൃത്തത്തിൽ മികവ് പുലർത്തിയിരുന്നു. നടിയാവാൻ കഴിയാത്ത മോഹം തൻ്റെ മകളിലൂടെ നിറവേറ്റണമെന്ന വാശി ഇന്ദിരകുമാരിക്കുണ്ടായിരുന്നു. റാണിയുടെ ചെറുപ്പത്തിൽ തന്നെ ഇന്ദിരകുമാരി തമിഴിലും തെലുങ്കിലും എന്തിന് ബോളിവുഡിൽ വരെ അവസരങ്ങൾ ചോദിച്ചു പോയിരുന്നു. അവസരങ്ങളൊന്നും കിട്ടാതെ ഒടുവിൽ മലയാള സിനിമയിൽ ചെറിയ അവസരങ്ങൾ കിട്ടിത്തുടങ്ങി. ജോൺ പോളിന്റെ തിരക്കഥയിൽ രഘുനാഥ് നിർമ്മിച്ച, മോഹൻ സംവിധാനം ചെയ്ത കഥയറിയാതെയാണ് റാണി പത്മിനിയുടെ ആദ്യ ചലച്ചിത്രം. തൻ്റെ ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ റാണി പത്മിനിക്ക് 18-19 വയസ്സ് മാത്രമാണ് പ്രായം. മലയാളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ മുൻനിര താരങ്ങളോടൊപ്പം അഭിനയിച്ച പത്മിനി തമിഴിൽ കാർത്തി, മൈക്ക് മോഹൻ, രാജ്കുമാർ സേതുപതി എന്നിവരോടൊപ്പവും വേഷമിട്ടിട്ടുണ്ട്. അക്കാലത്ത് പത്മിനി എന്ന പേര് നിരവധി നടിമാരുണ്ടായിരുന്നതിനാൽ PG വിശ്വംഭരൻ പത്മിനി എന്ന പേര് റാണി പത്മിനി എന്ന് മാറ്റി. സിനിമയിൽ പേരെടുക്കാൻ നടിക്ക് അധിക സമയം വേണ്ടി വന്നില്ല. അതിനാൽ തന്നെ നടിയുടെ താരമൂല്യം ദിനംപ്രതി ഉയർന്നുകൊണ്ടിരുന്നു. താരം 5 വർഷത്തിനുള്ളിൽ 52 സിനിമകളിൽ അഭിനയിച്ചു. പ്രിയദർശൻ സംവിധാനം ചെയ്ത കുയിലിനെ തേടി എന്ന ചിത്രത്തിൽ റാണി പത്മിനി അഭിനയിച്ചിട്ടുണ്ട്. ആ സമയത്ത് PG വിശ്വംഭരൻ്റെ ഒരു സിനിമയിൽ ബാലൻ K നായർ പത്മിനിയെ റേപ്പ് ചെയ്യുന്നൊരു സീനുണ്ടായിരുന്നു. അതിനുശേഷം റാണി പത്മിനിക്ക് വലിയ തോതിൽ ശ്രദ്ധ ലഭിച്ചു. തൻ്റെ മകൾ ഏതു വിധത്തിലും എക്സ്പോസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇന്ദിരകുമാരി സംവിധായകന്മാരെ അറിയിച്ചു. ശേഷം അവസരങ്ങളുടെ പെരുമഴയായിരുന്നു. റാണി പത്മിനിയുടെ ഒരു ഡേറ്റ് കിട്ടാൻ സംവിധായകർ ക്യൂ നിന്നു. അമ്മ ഇന്ദിരകുമാരിയാണ് റാണി പത്മിനിയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു വന്നത്. സിനിമയിൽ നിന്ന് ലഭിച്ച ഒരുപാട് പണവും പ്രശസ്തിയും കൂടാതെ മറ്റു ബിസിനസ്സുകളിൽ നിന്നുള്ള ലാഭവും കിട്ടിത്തുടങ്ങിയപ്പോൾ ആഡംബരപ്രേമിയായി ഇന്ദിരാകുമാരി തങ്ങൾ രാജകീയമായി ജീവിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ചെന്നൈയിലെ അണ്ണാനഗറിൽ 6 മുറികളുള്ള ഒരു ആഡംബര ബംഗ്ലാവിലേക്ക് താമസം മാറ്റി. 1980 കാലഘട്ടത്തിൽ 7 ലക്ഷം രൂപയുടെ നിസാൻ കാർ അവരുടെ പക്കലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഊഹിക്കാം എത്രത്തോളം ആഡംബരത്തിലാണ് അവർ ജീവിച്ചതെന്ന്. വലിയ ബംഗ്ലാവും കാറുകളും ആഭരണങ്ങളും പോരാത്തതിന് തങ്ങളെ പരിചരിക്കാൻ 3 പരിചാരകർ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ദിരകുമാരി പ്രമുഖ പത്രങ്ങളിൽ അന്ന് വാർത്ത കൊടുത്തിരുന്നു. ഒരു വാച്ച്മാൻ, കുക്ക്, ഡ്രൈവർ എന്ന ഒഴിവുകളിലേക്കെത്തിയ 3 പേരാവട്ടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തികളായിരുന്നു. അങ്ങനെയുള്ള 3 പുരുഷന്മാരുടെ കൂടെ 2 സ്ത്രീകൾ താമസിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഓർക്കാതെ ഇന്ദിരകുമാരി ആഡംബരം തുടർന്നു.
ആ സമയത്ത് മലയാള സിനിമയിൽ ഒരുപാട് കള്ളപ്പണ ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു. കണക്കില്ലാത്ത അളവിലുള്ള പണവും സ്വർണവും അവരുടെ പക്കലുണ്ടായിരുന്നു. പിന്നീട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ശുചിമുറിയിൽ അഴുകി ജീർണിച്ചു കിടക്കുന്ന റാണി പത്മിനിയുടെയും അമ്മ ഇന്ദിരകുമാരിയുടെയും ജഡമാണ് ആളുകൾ കണ്ടത്. ഇന്ദിരയുടെ ശരീരത്തിൽ ഏതാണ്ട് 12ഓളം കുത്തുകൾ ഉണ്ടായിരുന്നു. വലക്കണ്ണികൾ പോലെ തുളകൾ വീണിരുന്നു ശരീരത്തിലെമ്പാടും. പത്മിനിയുടെ നെഞ്ചിൽ മാത്രം 17 തവണ കുത്തേറ്റിരുന്നു. അതിനു പുറമെ വളരെ മൃഗീയമായാണ് രണ്ടുപേരും കൊലപ്പെട്ടിരിക്കുന്നത്. ബംഗ്ലാവിൽ നിന്നും 15 ലക്ഷം രൂപയുടെ സ്വർണവും പണവും മാത്രമാണ് മോഷണം പോയത്. ഇന്ദിരകുമാരി മരിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ മുന്നിൽ വെച്ച് റാണി പത്മിനിയെ മൂവരും ചേർന്ന് ബലാത്സംഗം ചെയ്തുവെന്നും പറയപ്പെടുന്നു. കൊലപാതക ശേഷം മൃതദേഹങ്ങൾ ടോയ്ലറ്റിൽ ഉപേക്ഷിച്ച് പ്രതികൾ കടന്നുകളഞ്ഞു. തുടർന്ന് 4 ദിവസം ഇരുവരുടെയും ശരീരങ്ങൾ ടോയ്ലറ്റിൽ തന്നെ കിടന്നു. തുടർന്ന് 4ാം നാൾ വീട് വാങ്ങുന്നതിനെ കുറിച്ചുള്ള വിവരവുമായി പ്രസാദ് എന്നയാൾ റാണി പത്മിനിയുടെ വീട്ടിലെത്തിയപ്പോൾ ഇരുവരെയും കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ വീടിന്റെ ഉള്ളിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനാൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കൊലപാതകം നടന്ന് 4 ദിവസങ്ങളിലേറെയായതിനാൽ പോലീസ് എത്തുമ്പോൾ മൃതദേഹങ്ങൾ പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു. പോസ്റ്റ്മോർട്ടം ആ ശുചിമുറിയിൽ വെച്ച് തന്നെയാണ് നടത്തിയത്. ബന്ധുക്കൾ ആരുമില്ലാത്തതുകൊണ്ട് ആരെയും അറിയിക്കാൻ പോലീസിന് സാധിച്ചില്ല. കാഴ്ചയിൽ ഭയവും അറപ്പും ഉണ്ടായതുകൊണ്ട് ബോഡി ആംബുലൻസിൽ കയറ്റാൻ ആരും തയ്യാറായില്ല. അവസാനം പോലീസ് ഭീഷണിപ്പെടുത്തി ഒരു കാറിന്റെ ഡിക്കിയിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞാണ് ശവശരീരങ്ങൾ കൊണ്ടുപോയത്. റാണി പത്മിനിയുടെ ശവസംസ്കാരത്തിന് സിനിമാ മേഖലയിൽ നിന്നും പ്രമുഖരാരും വന്നില്ല എന്നത് അന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു. റാണി പത്മിനിയുടെ മരണം കേരളത്തെയും തമിഴ്നാടിനെയും പിടിച്ചുകുലുക്കിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു. ബംഗ്ലാവിൽ ജോലിക്ക് നിന്നിരുന്ന 3 വ്യക്തികളെയും കാണാതായതോടെ അന്വേഷണം അവരിലേക്ക് തിരിഞ്ഞു. അവസാനം ആ 3 പ്രതികളെയും ജയിലിലേക്ക് അടച്ചു. അതിൽ ഒരാൾ മരണപ്പെടുകയും മറ്റൊരാൾ ജയിൽ ചാടുകയും ഉണ്ടായി. ഇപ്പോഴും റാണി പത്മിനിയുടെയും അമ്മ ഇന്ദിരകുമാരിയുടെയും മരണം ഈ 3 ജോലിക്കാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. സത്യത്തിൽ ഈ 3 പ്രതികൾ വെറും ഡമ്മി പ്രതികളാണ്. ഈ കൊലപാതകത്തെക്കുറിച്ച് അടുത്തറിയാവുന്നവർ പറയുന്നത് മോഷണമാണ് ഉദ്ദേശമെങ്കിൽ ആ 3 പേർക്കും അവരെ കൊല്ലാതെ തന്നെ എത്രയോ എളുപ്പത്തിൽ പണവും സ്വർണവും കാറുകളും എല്ലാം സ്വന്തമാക്കാം. മാത്രമല്ല റാണി പത്മിനി അന്ന് ക്രൂര ബലാത്സംഗത്തിന് ഇരയായിരുന്നു. ആ നാട്ടിലെ ഒരു പ്രമുഖനിലേക്കാണ് അന്ന് ആ സംശയങ്ങൾ പോയത്. ആ പ്രമുഖന്റെ മകനുമായി റാണി പത്മിനിക്ക് പ്രണയമുണ്ടായിരുന്നു. എന്നാൽ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ റാണി പത്മിനി സത്യാഗ്രഹമിരിക്കുമെന്ന് പറഞ്ഞതിനാൽ ആ പ്രമുഖൻ കൊട്ടേഷൻ ടീമിനെ അയച്ച് 2 പേരെയും കൊലപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ വാർത്ത പിന്നീട് ഒരു പത്രത്തിലും വന്നില്ല. പണം കൊടുത്ത് ഒതുക്കിയതാണ് എന്നും അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. കരിയറിന്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത് വെറും 24 വയസ്സുള്ള റാണി പത്മിനിയുടെ മരണം ഇപ്പോഴും വളച്ചൊടിക്കപ്പെട്ട ഒരു ദുരൂഹ മരണമായി തുടരുന്നു. ഇതിനെല്ലാം ഒരു പ്രധാന കാരണം റാണി പത്മിനിയുടെ അമ്മയായ ഇന്ദിരകുമാരിയുടെ പണത്തിനോടും പ്രശസ്തിയോടുമുള്ള ആർത്തിയാണ്. ഇന്നും ഇന്ത്യൻ സിനിമയിലെ ഒരു തീരാ നൊമ്പരമാണ് റാണി പത്മിനി. ഇത്രയും ആളുകൾക്കിടയിൽ ഭാഗ്യമുള്ള കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്ന നായികാ പദവിക്ക് വേണ്ടി പല അഡ്ജസ്റ്റ്മെന്റുകളും നടത്തുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അവരുടെ ജീവിതവും പറക്കമുറ്റാത്ത സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവിതവുമാണ് അവർ നശിപ്പിക്കുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ എത്രയോ പീഡനങ്ങളും മരണങ്ങളും ഉണ്ടായിട്ടും വീണ്ടും തൻ്റെ മക്കളെ കൊലയ്ക്ക് കൊടുക്കുന്ന വിദ്യാസമ്പന്നരായ മാതാപിതാക്കളുള്ള നാട്ടിൽ ഇതൊന്നും ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല. ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്.